അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ കലാലയയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടുകാർ നോക്കുമ്പോഴത്തേക്കും അവിടെ മീനാക്ഷി മോൾ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കസേര ഇരിക്കുവാണ്. കൂട്ടുകാരെ, ഇന്നിപ്പോൾ രാവിലെ ഷൂട്ട് എടുക്കുന്നതിൻ്റെതിനായിട്ട് മീനാക്ഷി മോള് ഈ ഡാൻസിൽ മോളോടുള്ളതാണ്. അങ്ങനെ വേഗം 2 വീലറിൽ വന്നപ്പോൾ പശുവിൻ ചാണകത്തിൽ തെന്നി മീനാക്ഷി മോള് വീണു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി. നാളെ പ്രോഗ്രാമാണ്. മീനാക്ഷി മോളാണ് ശിവൻ വലത് കാലൊക്കെ ഞൊണ്ടി കയറേണ്ടി വരും. അങ്ങനെ ആ കെട്ടൊക്കെ ആയിട്ട് മീനാക്ഷി മോളെ താൽക്കാലികമായി മാറ്റി. അപ്പം തന്നെ ആ സ്ഥാനത്തേക്ക് ശ്രീലക്ഷ്മി അഭിരാമിയും ചാടിക്കേറി പഠിച്ചു. പിന്നെ മീനാക്ഷിയുടെ സങ്കടം എങ്ങനെയുണ്ട് മക്കളെ? ഇന്ന് ഷൂട്ട് അറ്റൻഡ് ചെയ്യാത്ത സങ്കടം ഉണ്ടോ? എനിക്ക് കുറച്ച് ഷൂട്ടോ നഷ്ടമായിട്ടുണ്ട്. അപ്പം ഇന്ന് 2 ഷൂട്ട് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. ചാണകത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമുണ്ട്. ഒരവാണ് എനിക്ക് നിക്കുന്നേ കുഴപ്പമില്ല, പക്ഷെ ഡീറ്റെയിലുണ്ട് നല്ല രീതിക്ക്. ഓക്കെ, കയ്യിലിടിച്ചു, ഇപ്പുറം മുറിഞ്ഞു, വിരല് മുറിഞ്ഞു, കാലിന്റെ നഖം ഇളകി, താഴെ കെട്ടുമായി. മക്കളെ, നിങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് നിക്കവക്ക് വിഷമിക്കരുത്. ആർട്ടിഫിഷ്യൽ സപ്പോർട്ട് കണ്ടോ? നമുക്കിതൊക്കെ നിസാരം. നിന്റെ 3 ഡാൻസ് എടുത്ത് 2 ഡാൻസിൽ 3 പൊസിഷൻ എടുത്തു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, മീനാക്ഷി മോൾ ഇരുന്നു. ഇപ്പൊ എണീക്കേണ്ടി വരും മക്കളെ. ജഡ്ജായിട്ട് പാട്ടിട്ടു. ഓക്കെ മക്കളെ, കസേര മാറ്റിക്കൊട്. നമ്മുടെ നിത്യതി നൃത്ത നാട്യ കലാലയയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ഇതിൽ നമുക്ക് ചാനലിൽ ഷൂട്ട് ചെയ്യുന്നതിന് താല്പര്യമുള്ളവർക്ക് ചെറിയൊരു എമൗണ്ടിൽ, പിന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ഭാരത നടനം ഭാവരൂപേ വളരെ മികച്ച പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ ഡാൻസ് 2 സഹോദരങ്ങൾ ചേർന്ന് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. പേരൊന്നും പറയാൻ താല്പര്യമില്ല. ഈ ഡാൻസ് ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്നുള്ള ഒറ്റ ഷോട്ടിൽ നല്ല സൂപ്പറായിട്ട് ചെയ്യാം. ഏതാണ്ട് ഒരു 40 മിനിറ്റ് കൊറിയോഗ്രാഫി വന്നില്ലേ, 1 മണിക്കൂർ ടൈം വന്നില്ലേ? മീനാക്ഷി മോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുക. പാവം, പോട്ടിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ, രാജസുധാസാഗരത്തിൽ നീരാടി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ആറാട്ടുകടവിലും ആനക്കൊട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. ആറാട്ടുകടവിലും ആനക്കൊട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. സതിരു തുടങ്ങി, സതിരു തുടങ്ങി, സംഗീതലഹരിയിൽ സദസ്യർ നിശ്ചലരായി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പ
ചെമ്പൈ വായ്പാട്ട് പാടി പാതിന് ഡാൻസ് നീസാസ ഡാൻസ് നീസർ സരീരി നീസർ സരീരി ഗാഗ ഡാൻസ് നീസർ സരീരി പാതിന് ഡാൻസ് നീസർ ഡാൻസ് നീസർ ഡാൻസ് നീസർ ഡാൻസ് നീസർ ഡാൻസ് രീകർ ഡാൻസ് നീസർ ഡാൻസ് രീകർ ഗാമഗരീകർ ഡാൻസ് നീസർ ഡാൻസ് രീകർ ഡാൻസ് നീതൻ ഡാന നീതൻ ഡാന പാതിന് ഡാൻസ് പമ സാനിധ പമ ഗരിസ ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ട് പാടി വടിവേലു തിരുമുമ്പിൽ പണ്ടു കാണിക്ക വെച്ച് വയലിന് ചൗടയ്യ ഖ്യാതി നേടി വയലിന് ചൗടയ്യ ഖ്യാതി നേടി മൃദംഗത്തിൽ പാലക്കാട്ടു മണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു മൃദംഗത്തിൽ പാലക്കാട്ടു മണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരാജനം സ്വയം മറന്നു നിന്നു നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി ഓക്കേ. ആ മക്കളെ, മീനാക്ഷി മോൾ ഇവിടെ എൻ്റെ അടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങ് വരെ നടന്നു വരണ്ടേ? കുഴപ്പമില്ല. പോണോ? പതിയെ ഞൊണ്ടി ഞൊണ്ടി പോകുന്ന ഇല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ല, അവരെടുക്കട്ടെ. ഓക്കെ. ആ മക്കളെ, ആദ്യം തന്നെ ഒരു മണിക്കൂർ സമയം റേഞ്ച് ബേസുള്ള ഈ കൊറിയോഗ്രാഫി വളരെ മനോഹരം. അതിന് ചേച്ചി പ്രത്യേകമായിട്ടൊന്ന് അഭിനന്ദിക്കുന്നു. എന്നുവെച്ചാൽ നന്നായിട്ട്. പിന്നെ നമ്മുടെ അഭിരാമി മോളും ശ്രീലക്ഷ്മി മോളും മീനാക്ഷി മോളുടെ ലാസ്റ്റ് കൊണ്ടിട്ടാ ചെയ്തത്. എന്നാലും അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്ത് വളരെ അത്രയും താളവും അതും വരുന്നതാണ്. പിന്നെ ഒന്ന് പാതി ഇങ്ങനെ പേടിച്ച് ഭയന്ന് നിൽക്കുന്നതിൻ്റെ അതും നന്നായിട്ട് ചെയ്ത് കേട്ടോ മക്കളെ. ഒരുപാട് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റി? ക്ഷീണിച്ചു പോയി. അത് പിന്നെ ഇത്രയും എനർജി ആവത്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? നല്ലതായിരുന്നു ചേച്ചി. പേടി ഉണ്ടായിരുന്നു എനിക്ക്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മീനാക്ഷിയുടെ പോർഷനൂടെ ഉള്ളത് കൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും തെറ്റിച്ചില്ല, എല്ലാം കളിച്ചു. തെറ്റിച്ചില്ല. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? എന്റെ പോർഷൻസ് ഒന്നും തെറ്റിയില്ല, എല്ലാം നന്നായിട്ട്. മീനാക്ഷിയുടെ പോർഷനിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി, അല്ലാതെ എല്ലാം ചെയ്തു. ശരി, ക്യാമറയെ നോക്കി പറഞ്ഞാൽ മതിയാ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ജനമോളെ? നല്ലായിരുന്നു. ചെയ്തു. തെറ്റിയൊന്നും ഉണ്ടോ? ഇല്ല, തെറ്റില്ല. ലാസ്റ്റ് സരിഗമ പദനി ഞാൻ വന്നതും അങ്ങ് വന്ന് അല്ല, ഞാൻ ഇങ്ങനെ അതിങ്ങനെ ആ താളം തീരുന്നതിന്റെ കൂടെ ഇതും കൂടി വരും. അപ്പൊ അതിന്റെ ഒരു ഇത്. പക്ഷെ അല്ലാണ്ട് എല്ലാം കിട്ടി, കറക്റ്റാ ചെയ്തു. ശരി, ഓക്കെ. അനാമികമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാല് ഷൂട്ട് ചെയ്തപ്പോഴാണ് മര്യാദയ്ക്ക് സ്ട്രെയിൻ എടുത്ത് കുറച്ചെങ്കിലും കളിച്ചത്. അല്ലാണ്ട്
കുറച്ച് വയ്യാണ്ടിരിക്കുന്നോണ്ട് കുറച്ചേ ചെയ്തോളായിരുന്നു. പക്ഷെ ഇല്ല, കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി. അനാമിക മോള് അവളെക്കാളും വലിയൊരു കമ്മലും ഇട്ട് നിൽക്കുന്നു. ചെവി ഇപ്പൊ പുഴുത് വീഴും കണ്ടോ, അതങ്ങ് ഹോളായി തുടങ്ങി. ഇനി വെയിറ്റുള്ള കമ്മൽ ഇടണ്ട. ഇല്ല, ഇടൂല. ഓക്കെ. അപ്പൊ കുഴപ്പമില്ല, നല്ലതായിട്ട് ചെയ്ത് കളിക്കാനൊക്കെ പറ്റി. പക്ഷെ അതിന് ക്ഷീണിച്ചു പോയി കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ നട്ടുച്ച സമയം 1 മണിക്ക് അല്പം ക്ഷീണിച്ചു. ചൂട് വരും. അത് ബ്ലാക്ക് അല്ലേ, ഉറപ്പായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി മോളെ? കൊള്ളായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും തെറ്റിച്ചില്ല. ചെയ്തു സിദ്ധി മോൾക്ക് ഒരു കഠിനമായ 2 താളങ്ങളാ കിട്ടിയല്ലേ. അത് ഏറ്റവും നല്ലത്. മനസ്സിലാവൂല. ഷോക്ക് അങ്ങ് അടുപ്പിച്ചാ മതി, കറക്റ്റ് താളത്തേക്ക് വന്നു. അങ്ങനെയാ ചെയ്തേ. അത് എനിക്ക് കിട്ടിയ 2ഉം അത്യാവശ്യം നല്ല സ്പീഡ് ജതിയായിരുന്നു. ഇവർക്കൊന്നും അത്രയും സ്പീഡ്, ജനയ്ക്ക് കുറച്ച് സ്പീഡ് ബാക്കി അത്രയും ഇതല്ല. അനാമിക പിന്നെ സ്ലോ പാട്ടിലും സ്പീഡ് താളമായിട്ട് കളിച്ചതാണ്. അത് സ്ഥിരമാണ്. അപ്പൊ അത് ബേസ് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ ഓക്കെ. അപ്പൊ എന്തായാലും മക്കളെ കൊണ്ട് ഒക്കുന്ന കണക്ക് മാക്സിമം ആയിട്ട് ചെയ്തു. അപ്പൊ ഇത് ഞാൻ പ്രത്യേകമായിട്ട് 2 സഹോദരങ്ങളാണ് കേട്ടോ, പാലക്കാട് എന്ന് പറഞ്ഞത്. പേരും പറയണ്ട, ഇങ്ങനെ പറയുന്നൊന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും ഞാനൊന്ന് പറഞ്ഞതാണ്. ഈ നൃത്തം കാണണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടത് ചെയ്തതാണ്. ചെല്ല്. അയ്യോ മക്കളെ കസേര എടുത്തോട്. അയ്യോ നമ്മുടെ മീനാക്ഷി മോള് വയ്യാൻ. മീനാക്ഷി മോള് ഇവരെ കണക്ക് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി ഇറങ്ങി അല്ലേ, നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നതാ. മീനാക്ഷി മോളുടെ മുറിവായിട്ടാണ് വീണത്. സെറ്റ് സാരിയൊക്കെ സുന്ദരിയായിട്ട് സുന്ദരിയായിട്ട് എത്ര പേര് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വന്നു മീനാക്ഷി മോളെ. എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബശ്രീക്കാരാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങ് വീണു. അപ്പൊ അവർക്കുള്ള ഇന്നത്തെ ന്യൂസായി. യെസ്. തിരിച്ച് ഞാനും ജനെ ഹോസ്പിറ്റലിൽ പോവാൻ നേരത്ത് ചോദിച്ച് നോക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് പറഞ്ഞു. കാല് നോക്കട്ടെ. കുഴപ്പമില്ല, ഇനി നാളെ ആകുമ്പോ കുറച്ചുകൂടെ നല്ല ബുദ്ധിമുട്ട് വരും. അപ്പൊ കയ്യിലൊക്കെ ഉണ്ട്, ഈ സൈഡ് മൊത്തം. അതന്നെ, മീനാക്ഷി മോൾക്ക് ശിവൻ പിണങ്ങിയിരിക്കുവാണ്. അതെ. അപ്പൊ മീനാക്ഷി മോളുടെ വീഴ്ചയിലും സങ്കടത്തിലും നൃത്തം ആവറേജ് നന്നായി ചെയ്തതിന്റെ സന്തോഷത്തിലുമായിട്ട് ഇനി നല്ലൊരു വീഡിയോയിൽ വരാം എന്ന് പറഞ്ഞ്, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നൃത്തം അത് പറയരുതെന്ന് എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞപ്പോൾ നന്ദിയും പറയരുത്, ഒന്നും വേണ്ട, ആരൊന്നും പറയരുത്. കുഴപ്പമില്ല. അപ്പൊ എന്നാലും ഒരു സന്തോഷം, നന്ദി ആ 2 സഹോദരങ്ങൾക്ക്. നല്ലൊരു ടാറ്റ പറഞ്ഞോ. പറ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. യോ ശരി. ഓക്കെ മക്കളെ, ടാറ്റ പറഞ്ഞോ. ടാറ്റ. അയ്യോ, എന്റെ ചിരി കേട്ടു.